വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത, കൊലപാതക കേസിൽ കുറ്റവിമുക്തരാക്കിയെങ്കിലും പോലും വധശ്രമ കേസിൽ എം ഗീതാനന്ദൻ ഉൾപ്പെടെയുള്ളവർക്ക് ശിക്ഷ വിധിച്ചിരിക്കുന്നു. 5 വർഷം കഠിന തടവാണ് വിധിച്ചിരിക്കുന്നത്. 10,000 രൂപ പിഴയും അടയ്ക്കണം. പിഴ അടച്ചില്ലെങ്കിൽ 3 മാസം കൂടി തടവ് അനുഭവിക്കുകയും വേണം. ശ്യാം ദേവരാജാണ്. ശ്യാം 1, 3, 5, 11 പ്രതികൾ, അതായത് ഗീതാനന്ദൻ ഉൾപ്പെടെയുള്ള പ്രതികൾക്കാണ് കഠിന തടവ് വിധിച്ചിരിക്കുന്നത്. ശിക്ഷയിൽ നിന്ന് ഇളവ് നൽകണമെന്ന് ഗീതാനന്ദൻ വാദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗീതാനന്ദൻ ഉൾപ്പെടെയുള്ള 4 പ്രതികളുടെ ശിക്ഷാവിധിയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചത്. ഈ തടവ് ശിക്ഷ 5 വർഷത്തെ കഠിന തടവും 10,000 രൂപ പിഴയുമാണ് 3 വകുപ്പുകളിലായി നൽകിയിട്ടുള്ളത്. മറ്റ് വകുപ്പുകളിൽ 1 വർഷം വീതം, 1 വർഷം ഉൾപ്പെടെയുള്ള കഠിന തടവും നൽകിയിട്ടുമുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ തടവ് ശിക്ഷയെല്ലാം ഒന്നിച്ചനുഭവിച്ചാൽ മതി എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ചും ഈ പിഴ ശിക്ഷ വിധിച്ചിട്ടുള്ളതിൽ, അതായത് ഈ പിഴ അടയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അധിക കഠിന തടവ് എന്ന കാര്യം പ്രതികളുടെ സാമ്പത്തിക പശ്ചാത്തലം കണക്കിലെടുത്ത് ഒഴിവാക്കിയിട്ടുമുണ്ട്. എന്തായാലും ഗീതാനന്ദൻ ഉൾപ്പെടെയുള്ളവരെ ഈ അബ്ദുൾ സലാം എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച കേസിൽ, അതായത് വധശ്രമ കേസിലാണ്, പോലീസുകാരൻ അബ്ദുൾ സലാമിനെ ആക്രമിച്ച കേസിൽ, വധശ്രമ കേസിലാണ് ഗീതാനന്ദൻ ഉൾപ്പെടെ 4 പ്രതികളെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരുന്നത്. ഇവർക്കെതിരെ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ നിലനിൽക്കും എന്നും കോടതി കണ്ടെത്തിയിരുന്നു. ഇതിലാണ് 4 പ്രതികൾക്കും 5 വർഷം വീതം കഠിന തടവ് വിധിച്ചിരിക്കുന്നത്. മറ്റു പല വകുപ്പുകളിലും ശിക്ഷ വിധിച്ചിട്ടുണ്ട്. പക്ഷേ അതെല്ലാം 5 വർഷത്തിൽ കൂടുന്ന ശിക്ഷയല്ല. 10,000 രൂപ വീതം മറ്റ് പല വകുപ്പുകളിലും ശിക്ഷ വിധിച്ചിട്ടുണ്ട്. ഇതിന്റെ ആകെ പിഴ എത്ര എന്നത് ഈ വിധി പ്രസ്താവം പൂർണ്ണമായും പൂർത്തിയായതിനു ശേഷം മാത്രമേ നമുക്ക് മനസ്സിലാക്കുകയുള്ളൂ. വധശ്രമ കേസിൽ, അതായത് മറ്റൊരു പോലീസുകാരനെ മുത്തങ്ങ സമരത്തിനിടെ ആക്രമിച്ച കേസിലാണ് ഇപ്പോൾ ഗീതാനന്ദൻ ഉൾപ്പെടെയുള്ളവർക്ക് 5 വർഷം കഠിന തടവ് വിധിച്ചിരിക്കുന്നത്. താൻ പൊതുപ്രവർത്തകനാണ്, ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി തരണമെന്ന് ഗീതാനന്ദൻ കോടതിയോട് അഭ്യർത്ഥിച്ചിരുന്നു. സാമൂഹികവും സാമ്പത്തികവുമായി പിന്നിൽ നിൽക്കുന്നയാളാണ്. 2 മക്കളുണ്ട്. തന്നെ ആശ്രയിച്ചാണ് കഴിയുന്നത്. 40 വർഷമായി ആദിവാസികളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് ശിക്ഷയിൽ ഇളവ് തരണം എന്നാണ് ഗീതാനന്ദൻ കോടതിയോട് അഭ്യർത്ഥിച്ചിരുന്നത്. ഇതിൽ മറ്റ് പ്രതികൾ എന്ന് പറയുന്നവർ അനിൽകുമാർ, ബിനു തുടങ്ങിയവരൊക്കെ തന്നെ ആദിവാസി ഗോത്ര വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാരാണ്. കിടപ്പാടമില്ലാത്തത് കാരണം അവകാശപ്പെട്ട ഭൂമിക്ക് വേണ്ടി സമരത്തിന് പോയതാണ് എന്നതാണ് അനിൽകുമാർ വാദിച്ചത്. 4 മക്കളുള്ള കുടുംബം തന്നെ ആശ്രയിച്ചാണ് കഴിയുന്നത്. ആദിവാസി വിഭാഗത്തിൽ, കാട്ടുനായ്ക്ക വിഭാഗത്തിൽപ്പെട്ട ആളാണ്. കൂലിപ്പണിയാണ്. അതുകൊണ്ട് ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണമെന്നൊക്കെ പ്രതികൾ വാദിച്ചിരുന്നു. ഇത് വധശ്രമ കേസിലെ വിധിയാണിപ്പോൾ വന്നിരിക്കുന്നത്. തൊട്ടു മുൻപ് കൊലപാതക കേസിൽ വിനോദൻ എന്ന പോലീസുകാരനെ കൊലപ്പെടുത്തിയ കേസിൽ, അല്ലെങ്കിൽ ആ കൊലപാതക കേസിൽ 2ാം പ്രതി അശോകൻ മാത്രമാണ് കുറ്റക്കാരൻ എന്ന് കോടതി വിധിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം ജീവിച്ചിരിപ്പില്ലാത്തത് കൊണ്ട് തന്നെ അതിൽ കൃത്യമായി വിധി പ്രസ്താവം വരികയും ചെയ്തു. ഗീതാനന്ദനെ ഉൾപ്പെടെ 35 പ്രതികളെ വെറുതെ വിടുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ അബ്ദുൾ സലാം വധശ്രമ കേസിൽ മറ്റൊരു പോലീസുകാരനെ ആക്രമിച്ച കേസിലാണ് ഇപ്പോൾ കൃത്യമായ വിധി പ്രസ്താവം വരുന്നത്. 4 പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. പിന്നാലെ തന്നെ ശിക്ഷയും പ്രഖ്യാപിക്കുകയാണ്. 5 വർഷം കഠിന തടവാണ് സലാമിനെ ആക്രമിച്ച കേസിൽ ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. മറ്റ് സംഘം ചേരൽ അല്ലെങ്കിൽ അതിക്രമിച്ചു കയറൽ ഉൾപ്പെടെയുള്ള വകുപ്പുകളിലും ശിക്ഷ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാ തടവ് ശിക്ഷയും ഒന്നിച്ചനുഭവിച്ചാൽ മതിയാകും. 10,000 രൂപ പിഴ വിധിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ദീപക് മോഹൻ വിചാരണ കോടതിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. പിഴ അടച്ചില്ലെങ്കിൽ 3 മാസം കൂടി ശിക്ഷ അനുഭവിക്കുകയും വേണം. സ്വാഭാവികമായും അപ്പീൽ സാധ്യതയുണ്ട്. ഏതായാലും മുത്തങ്ങ സമരത്തിനിടെ നമുക്കറിയാം വലിയ രീതിയിൽ സംഘർഷാവസ്ഥയിലേക്കും പോലീസ് നടപടിയിലേക്കുമൊക്കെ കാര്യങ്ങൾ എത്തിയിരുന്നു. 23 വർഷത്തിന് ശേഷമാണ് നിർണായകമായ വിധി പ്രസ്താവം വരുന്നത്. ഏതായാലും ശിക്ഷാവിധിയിന്മേൽ പ്രതികൾക്ക് ജാമ്യം തേടാം എന്നതുകൂടി വിചാരണ കോടതി ഇപ്പോൾ അറിയിക്കുകയാണ്, വിധി പ്രസ്താവത്തിൽ പറയുകയാണ്. ഏതായാലും കൊലപാതക കേസിൽ ഗീതാനന്ദനെ, വിനോദൻ എന്ന പോലീസുകാരൻ കൊല്ലപ്പെട്ടതിൽ ഗീതാനന്ദനെ വെറുതെ വിട്ടെങ്കിൽ പോലും മറ്റൊരു പോലീസുകാരനെ ആക്രമിച്ച കേസിൽ തടവ് ശിക്ഷ വിധിക്കുന്നു. കഠിന തടവാണ്, 5 വർഷം കഠിന തടവാണ് വിധിച്ചിരിക്കുന്നത്. കൊലപാതക കേസിൽ ഗൂഢാലോചന തെളിയിക്കാനായില്ല. പക്ഷേ ഈ കേസിൽ സംഘം ചേരൽ ഒപ്പം വധശ്രമം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ തെളിയിക്കപ്പെടുകയാണ്. അതിന് പിന്നാലെയാണ് വിധി പ്രസ്താവം വരുന്നത്. ഗീതാനന്ദൻ ഒപ്പം കാട്ടുനായ്ക്ക വിഭാഗത്തിൽപ്പെട്ട, ആദിവാസി വിഭാഗത്തിൽപ്പെട്ട അനിൽകുമാർ, ഒപ്പം ബിനു, അദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയാണ്, വേടഗോത്രത്തിൽപ്പെട്ടയാളാണ്, കൂലിപ്പണിയാണ്, തന്നെ ആശ്രയിച്ചാണ് കുടുംബം കഴിയുന്നത് എന്നുകൂടി ബിനു വാദിക്കുന്നുണ്ട്. ശിക്ഷയിൽ ഇളവ് നൽകണം, ശിക്ഷ ഒഴിവാക്കി തരണം എന്ന് തന്നെയാണ് ഇവരൊക്കെയും ആവശ്യപ്പെടുകയും ചെയ്തത്. ഏതായാലും വിനോദ് വധത്തിൽ ഗൂഢാലോചന തെളിഞ്ഞിട്ടില്ല. ഈ വിനോദ് കൊലപാതകത്തിൽ പ്രതി മരിച്ചതിനാൽ, 2ാം പ്രതി അശോകൻ നേരത്തെ മരിച്ചതാണ്, അദ്ദേഹം മാത്രമാണ് കുറ്റക്കാരൻ.
അശോകന്റെ വെട്ടേറ്റാണ് വിനോദൻ മരിക്കുന്നത്. അതുകൊണ്ട് അതിൽ വിധി പ്രസ്താവം ഉണ്ടായില്ല. കുറ്റവിമുക്തരാക്കിയിരിക്കുന്ന എല്ലാവരെയും. പക്ഷേ കഠിന തടവ് വിധിക്കുന്നു വധശ്രമ കേസിൽ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിധിന്യായം വരുന്നത്. മുത്തങ്ങയിലെ സമരവുമായി ബന്ധപ്പെട്ട് അബ്ദുൾ സലാം എന്ന പോലീസുകാരനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ, ആക്രമിച്ച കേസിൽ 5 വർഷം കഠിന തടവാണ് ഗീതാനന്ദൻ ഉൾപ്പെടെയുള്ളവർക്ക് വിധിക്കുന്നത്.